മുരളി പെരുന്നെല്ലി MLA ഊരകം AUP സ്കൂളിലെ 121 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ മല്ലികയോടൊപ്പം കുടുംബവുമായി എത്തിയാണ് വോട്ട് ചെയ്തത്. വികസന മേഖലയിലും സേവന മേഖലയിലും പത്തരമാറ്റുള്ള ഭരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 10 വർഷമായി തുടരുന്ന വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ LDF വിജയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മണലൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും വികസന രംഗത്ത്, ക്ഷേമ മേഖലയിൽ, സേവന മേഖലയിൽ പത്തരമാറ്റുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു വരുന്നത്. ആ വികസനം തുടരണമെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി തുടർന്നു വന്ന നയം തുടർന്നാൽ മാത്രമാണ് ഇന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആശ്വാസവും തുടർന്ന് ലഭിക്കാൻ കഴിയും. 2016 മുമ്പുള്ള കേരളം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വികസനത്തിന് തുടർച്ച വേണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടരണം. ആ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ജനഹിതമാണ് ഇന്ന് നടക്കുന്നത്. തീർച്ചയായിട്ടും കേരളം 100ലേറെ സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ മണലൂർ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം നടപ്പാക്കിക്കൊണ്ട് 10 ലക്ഷത്തോളം വരുന്ന കുട്ടികളെ തിരിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടെത്തിച്ച അതിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥ് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ മണലൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കും.